പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുൻ്റെ കുടുംബത്തിന് ഒരു മികച്ച വീട് നിർമ്മിച്ചു കൊടുക്കും. സ്ഥല സൗകര്യം കൂടെ നോക്കിയിട്ട്. ഇളയ കുട്ടിക്ക് 12ാം ക്ലാസ് വരെ പരീക്ഷാ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് കൊടുക്കും. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യാലയത്തിൽ നിന്നും പ്രത്യേക ഉത്തരവിറക്കുന്നതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ PD അക്കൗണ്ടിൽ നിന്നും മിഥുൻ്റെ കുടുംബത്തിന് അടിയന്തര സഹായമെന്നുള്ള നിലയിൽ 3 ലക്ഷം രൂപ നൽകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലാണ്. വന്ന ശേഷം ആലോചിച്ച ശേഷം കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ആലോചിക്കുന്ന പോലുള്ള ആലോചന ഉണ്ടാവും. ഇതിനൊരു മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ആലോചന തന്നെയായിരിക്കും ഉണ്ടാവും. സ്കൂളിൻ്റെ PTA പുനഃസംഘടിപ്പിക്കണം. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ അറിയിക്കുന്നതാണ്. മേൽനോട്ടവും ഒക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണല്ലോ. ഇതാണ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നതിൽ പരമാവധി കാര്യങ്ങളെന്ന് പറയുന്നത്. ഞങ്ങൾ കുട്ടിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അത് അതിൽപ്പെടുത്താണ്. ഒരുപാട് നടപടി എടുക്കാം. മാനേജ്മെൻറ്റിന് വേണ്ടി ഇത് എടുക്കാൻ പറ്റുന്ന നടപടി എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ സ്കൂള് തന്നെ തിരിച്ച് ഏറ്റെടുക്കാം ഗവൺമെൻറ്. അതായത് നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ 3 റൂൾ 7 പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ്റെ കുഴപ്പം, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കുക, അപ്പോയിൻമെൻറ്റിൽ കാണുന്ന അഴിമതി, അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്ത ശേഷം പുതിയ മാനേജറെ അടക്കം നിയമിക്കാനുള്ള അധികാരം മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇപ്പോൾ ഉള്ള നിലവിലുള്ള മാനേജറിനെ പിരിച്ചുവിട്ടിട്ട് പുതിയ മാനേജറെ ഗവൺമെൻറ് നിയമിക്കാനുള്ള അധികാരം അടക്കമുണ്ട്. അതെ, റെക്കഗ്നൈസേഷൻ തിരിച്ചെടുക്കാം പറഞ്ഞേക്കാം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് DD-മാരുടെയും DO AO-മാരുടെ ഒരു അടിയന്തര ഓൺലൈൻ മീറ്റിംഗ് കൂടുന്നുണ്ട്. ഇതൊന്ന് പറഞ്ഞേക്കാം. ഇന്നിപ്പോൾ DD-മാരുടെയും ഉച്ചയ്ക്ക് അടിയന്തരമാരുടെ കൂടെയാണല്ലോ. ഇപ്പം നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല. ഇത് എല്ലാ സ്ഥലത്തും അവധിക്കാലത്ത് PTA യോഗം കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നാട്ടുകാരുടെ യോഗം കൂടിയിട്ടുണ്ട്. അതെല്ലാം നന്നായി തന്നെ നടത്തും. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഒരു സ്ഥലത്തും അങ്ങനെ വന്നിട്ടില്ല. അത്യപൂർവമായിട്ട് ഉള്ള ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞല്ലോ.
മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ 7-ാം തീയതി സംസ്ഥാന തലത്തിൽ ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. സംസ്ഥാനത്തെ എല്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാരും, DO-മാരും, AEO-മാരും അതുപോലെ തന്നെ ജില്ലയിലുള്ള മറ്റുള്ള കോർഡിനേറ്റർമാരുടെ ഒരു സംയുക്ത യോഗമാണ് വിളിച്ചു കൂട്ടിയത്. അതിൽ അക്കാദമിക്